കോടിയുടെ സ്കോളർഷിപ്പുമായി 10ാം ക്ലാസ്സുകാർക്ക് ഫെബ്രുവരി 27 സൈലം നെസ്റ്റ്. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. കളിക്കാനും ചിരിക്കാനും കുറെ ഗെയിംസ് ഒക്കെ കാണാനും നിങ്ങൾ സെറ്റാണോ? നമ്മൾ സെറ്റാണ്. സോ വെൽക്കം എവരിവൺ ആൻഡ് നൗ യു ആർ വാച്ചിങ്. അപ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ എൻ്റർ ടീം മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ദി എൻ്റർ ടീം ടു സ്റ്റാർ മാജിക്. ഡാൻസ് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ? എന്താണെന്നറിയോ? അല്ല, എല്ലാവരും ഒന്നിച്ച് ചെയ്യണം. കാരണം ഞാൻ സഭാവന്ദനം ചെയ്യാൻ മറന്നുപോയി. എന്ത് മറന്നുപോയി? സഭാവന്ദനം. സഭാകമ്പനല്ല, വയറ് കമ്പനായതുകൊണ്ട് സഭാകമ്പനം ചെയ്യാൻ പറ്റും. അതിന് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങാൻ പാടുമോ അതോ സഭാവന്ദനം? അല്ല, അവൻ ആദ്യം വന്ന് ചീഞ്ഞു തന്നതാണ്. ഇനി എല്ലാവർക്കും ചെയ്യാം. ഉല്ലാസം, നിനക്ക് എവിടെ നിന്നാ കണ്ണട തന്നെ? ഞങ്ങൾ ഈ ഒപ്റ്റിക്കൽസിൽ നിന്നാണ് ഞങ്ങൾ ഇത് മേടിക്കുന്നത്. താങ്കൾ ഇവിടെ നിന്നാണ് ഇത് മേടിക്കുന്നത്? ഒപ്റ്റിക്കൽസിൽ നിന്നാണ് മേടിക്കുന്നത്. അതെ, ഒപ്റ്റിക്കൽസ് പറ്റിക്കൽസിൽ നിന്നാണ് മേടിക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷം സുധിച്ചേട്ടനായിട്ട് കണ്ടല്ലോ. എന്ത് പറ്റി? ഇന്ന് കോട്ടും കണ്ണടയൊന്നും ഇല്ലേ? കോട്ടും കോട്ടുവായും തമ്മിൽ ചേരില്ല, അതുകൊണ്ടാണ് കോട്ട് ഊരി വെച്ചത്. അപ്പൊ ഇനി ഇങ്ങനെ തുടങ്ങാം. ഉല്ലാസിന്റെ ചീഞ്ഞലോടെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാം. നാളുകൾക്ക് ശേഷം ഷാഫിക്ക തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ മിണ്ടുന്നില്ലേ? പോയി പ്രോഗ്രാം തിരിച്ചെത്തിയിരിക്കുകയാണ്. വരും ഒരു വിശേഷങ്ങൾ കേൾക്കട്ടെ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം. വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്. വളരെ എന്തൊക്കെ പറയണോ അത് കേൾക്കട്ടെ. ഷാഫി, ആദ്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മരുഭൂമി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ സത്യമാണോ? അങ്ങനെ കേട്ടോ നിങ്ങൾ? അതും കള്ളി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അത് തെളിയിക്കായപ്പോ ഞാൻ കോടതി വരെ പോകേണ്ടി വരും. അതുകൊണ്ട് ആവശ്യമില്ല നമുക്ക് ഇപ്പൊ പറയാം. ഏതായാലും സ്വീകരണം മുഴുവൻ കിട്ടിയത് സ്റ്റാർ മാജിക്കിന്റെ പേരിലാന്നുള്ളതിൽ ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ എല്ലാവരും മനസ്സ് നിറച്ച് സ്നേഹം നിങ്ങളോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സെന്ന് പറഞ്ഞ കൈ നിറഞ്ഞ ഗിഫ്റ്റ് കൊടുത്തു വിട്ടു. സ്നേഹം മാത്രം നിങ്ങളെല്ലാരും അങ്ങോട്ട് ചെല്ലുമ്പോ നിങ്ങൾക്കുള്ളത് പ്രത്യേകം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര നാളെ ഈ പാട്ട് ഞങ്ങളൊന്ന് കേട്ടിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. நிறம் பார்க்க முடியாது, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாது. குயிலிசை போதுமே, அட குயில் முகம் தேவையா? உணர்வுகள் போதுமே, அதின் உருவம் தேவையா? கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீர்ந்துவிடும். கண்ணில் தோன்றா காட்சியில் தான் கற்பனை வளர்ந்துவிடும். அட பாடல் போல தேடல் கூட ஒரு சுகமே. இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை. காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பவில்லை. ஒரு காலம் வருகையில் உள்ளம் கொள்ளை போனதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லையே. இந்த வாழ்க்கை ஒரு தேடத்தான், அதை தேடி தேடி தேடும் மனது தொலைகிறதே. இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை. காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பவில்லை. ഷാഫിക, once again welcome back. അടിച്ചു പൊളിക്കാനായി വെൽക്കം ടു സ്റ്റാർ മാജിക്.
ഷാഫിക്കയുടെ ആ പാട്ടൊക്കെ കഴിഞ്ഞപ്പോ ഇനി ഇന്നത്തെ സ്റ്റാർ മാജിക്കിലേക്ക് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാനായിട്ട് സമയമായിരിക്കുകയാണ്. ഈ ഗസ്റ്റിനെ പറ്റി പറയുമ്പോ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, കട്ടക്ക് കൗണ്ടർ, അഭിനയം എല്ലാം ഉണ്ട്. പ്രഭുദേവയാണോ? അത് ആരാണത് വരുമ്പോ കാണാം ഏത് സ്റ്റെപ്പ് ഇട്ടാ വരിക എന്നുള്ളത്. ഇതിപ്പോ കാണാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ജിപി. എന്തായിരുന്നു ఉద్దేశించదు వెల్కమ్ జిపి. అందరికీ నమస్కారం. ఎలా ఉన్నారు? బాగున్నారా? యారండి చెప్పండి. ഇപ്പൊ അതൊക്കെ തന്നെയാണ് അവസ്ഥ. ജിപിഎസ് ഇട്ടാണ് ഇവിടെ വന്നത് തെലുങ്കാന. അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ കേരളത്തിലേക്കുള്ള വഴിയാണ് ജിപിക്ക് GPS ഇട്ട് വരേണ്ട ആവശ്യം. അത് സത്യം. ജിപി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ മലയാളം പറഞ്ഞിട്ട് കേറണം. ആ സ്ഥലത്തേക്കാണ് തെലുങ്കുമായിട്ട് പറയൂ തെലുങ്കിലെ പുതിയ വിശേഷങ്ങൾ. തെലുങ്കിലെ ഈ സംക്രാന്തിക്ക് ബംഗാരാജു എന്ന് പറഞ്ഞ ഫിലിം റിലീസ് ചെയ്തു. നാഗാർജുന, നാഗചൈതന്യ, രമ്യ കൃഷ്ണൻ, കൃതി ഷെട്ടി, ഞാൻ എല്ലാവരും കൂടെ. അത് അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ഹിറ്റായി മാറി. 100 കോടി നമ്മൾ കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഭാഗമാവുന്നു. Yes, ജിപി yes. അവരുടെ കൂടെ നമുക്കൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആ ഒരു വീഡിയോസ് ഒക്കെ എനിക്കത് ടീമിനെ ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കണേട്ടോ. ഷർട്ടിൽ എന്താ വരച്ചിട്ടുള്ളേ? കണ്ണൻ ഞാൻ തന്നെ വരച്ചതാ. ടീം തന്നെ വരച്ചതാ. ഒരു പേപ്പറും പേനം കൊടുത്തിട്ട് അപ്പർ സൈഡ് ഇതുപോലെ തന്നെ വരയ്ക്കണം. ശരിയായി പോയാ? ഇത് ആക്രോബാറ്റിക് പെയിന്റ് ആണ്. എന്ത് പെയിന്റ്? അക്രിലിക്. അക്രലിക് അല്ലേ? ആക്രോബാറ്റിക് പെയിന്റോ? പെയിന്റ് അടിച്ച ലോകത്തിലെ ആദ്യത്തെ ആളാണ്. അക്രോബാറ്റിക് എന്ന് പറഞ്ഞാൽ ജിപി ഞാൻ എല്ലാം കാണാറുണ്ട് കേട്ടാ. ഈ ഗ്ലാസ് വെച്ചിട്ടാണോ? ഞാൻ കാണുന്നുണ്ട്. ഞാനത് വിചാരിച്ചു. എല്ലാം കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണാറുണ്ടെന്നാ ഉദ്ദേശിച്ചത്. ഈ കണ്ണട വെച്ചത് പറയുമ്പോ തോന്നില്ല. ഒന്ന് പേടിച്ചിട്ട്. ഞാനെല്ലാം കാണാറുണ്ട്. ഇല്ല നമ്മുടെ ഗേൾസിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അനുവിന്റെ തീർച്ചയായിട്ടുമുള്ള റിക്വസ്റ്റ്. കഴിഞ്ഞ തവണ വന്നൊന്ന് ശ്രദ്ധിച്ചതിന്റെ ക്ഷീണം എപ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കടന്നു കളിക്കും. അനുവിന് ആക്ച്വലി തെലുങ്ക് അറിയില്ല, പക്ഷെ സംസ്കൃതം അറിയാം. കുട്ടി സംസ്കൃതമാണ് പഠിക്കുന്നത്. കുട്ടി ഇങ്ങോട്ട് വരൂ. ചെല്ലു പഠിപ്പൊക്കെ ഉണ്ടല്ലേ? ഇനി സംസ്കൃതത്തിൽ അങ്ങോട്ട് സംസാരിക്കും. ശ്ലോകം ചൊല്ലിക്ക്. തവ നാമക്കിം ഗോവിന്ദ് പത്മസൂര്യ. അത് ഞാൻ തെലുങ്കിൽ എങ്ങനെ പറയും? അതിന് പ്രത്യേകിച്ച് സംസ്കൃതം. ഇനി അനു ഇപ്പൊ പറഞ്ഞതിന്റെ ഒന്ന് ട്രാൻസ്ലേറ്റും കൂടെ ചെയ്യണം. തവ നാമ കിം. നിങ്ങളുടെ പേരെന്താന്നായിരിക്കും? ഓ കോൺഫിഡൻസ് ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അനുവിന് ഇത്രയൊക്കെ അറിയും. ചെറുതായിട്ടൊക്കെ അറിയാം. ചെറുതായിട്ടൊക്കെ ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. ഇപ്പൊ അനുവിന് ഒരു കാര്യം മനസ്സിലായി. ജിപിക്ക് അറിയില്ല. എന്നാലും കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാലോ. എന്നാലും ഞാൻ ചോദിക്കാം. കച്ചിഗാന്ത വിരക ഗുരുണ ആ ജിപി ചേട്ടൻ അറിയാം. ചേട്ടൻ പറയാട്ടോ. ഇവിടെ ഉരുള കച്ചിക്കാന്ത വിരക ഗുരുണ. ഉരുട്ടിയാണോ കഴിക്കാന്ന്? സംസ്കൃതാണോ? ഒന്നുകൂടെ പറഞ്ഞേ. കച്ചിക്കാന്ത വിരക ഗുരുണ സ്വാധികാര പ്രമത്ത. ഇതെല്ലാം കഴിഞ്ഞുള്ള ചിരിയാണ്. ശരി, ഇനി ഈ അർത്ഥം അനു തന്നെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ. അതായത് കാളിദാസന്റെ മേഘദൂതം എന്ന് പറയുന്ന അതായത് ചേട്ടൻ പറഞ്ഞ ഏതോ ഒരു പദ്യം കാണാപ്പാടം പഠിച്ചു. അതായത് ഞാൻ പറഞ്ഞ ഒരു ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ പറയണത് അല്ല വേറെ എന്തെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ അറിയത്തില്ല. അപ്പൊ ഇത് അറിയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പേടിച്ചോ? അനു BA സംസ്കൃതമാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പൊങ്കാലിടാനുള്ള അവസരം. ഇത് എങ്ങനെ തെലുങ്കൊക്കെ നമുക്ക് പറയാൻ കറക്റ്റ്? അവിടെയൊക്കെ ഡയലോഗ് പക്ക പറയണ്ടേ? ഞാൻ ബൈ ഹാർട്ട് പഠിച്ചു തെലുങ്കിലുള്ള ഡയലോഗുകളൊക്കെ. ഞാൻ തെലുങ്ക് సినిమాలో ഒരു డైలాగ్. పోత్రా నా మాట విను. మన ఊర్లో ఎప్పుడు ఎలక్షన్స్ లేవు. ఎలక్షన్స్ లో వస్తే గ్రూపులు వస్తే గొడుగులు వస్తాయి. అవసరమా? మన నాగలక్ష్మి కాదా? నాకు కానీ నీకు అయినా ఏమైనా ప్రాబ్లమ్స్ వస్తే మావయ్యకి చెప్తా. నా మాట విను. మాట విను. ഞാൻ ഇത്ര നേരം പുള്ളിനെ പ്രോത്സാഹിപ്പിച്ച
അങ്ങനെ വേണം. അത് തന്നെ Dialogue പറഞ്ഞു സിനിമയിൽ super hit ആയിരിക്കും. എന്റെ മുഖത്ത് നോക്കി. രണ്ട് പ്രാവശ്യം പറഞ്ഞു ഞാൻ മാട്ടബിനു. ഈ മാട്ടബിനു അവിടെ ഹിറ്റാണോ? ആ മാട്ടയെ പോയി മാറാം. ഈ സിനിമ ഹിറ്റാവും, മാട്ടബിനു ഹിറ്റാവും. നോക്കിക്കോ. ഇപ്പൊ മാട്ടബിനു ഇല്ലാതെ പടമില്ല. ഞാനാണോ ഇത് ഹിറ്റാക്കിയത്? ഈ മാട്ടബിനുവിന്റെ അർത്ഥം ഒന്ന് പെട്ടെന്ന് പറയാമോ? ആ മാട്ട വിനു എന്ന് പറഞ്ഞാൽ മാട്ട റമ്മെന്ന് വല്ലതാണോ അവിടുത്തെ? എന്റെ വാക്ക് കേൾക്കൂ. Oh my God. അതാണ് അതിന്റെ അറിഞ്ഞില്ല. അപ്പൊ പിന്നു എന്ന് പറഞ്ഞാൽ കേൾക്കൂ മാട്ടബിനു എന്ന് പറഞ്ഞാൽ എന്റെ വാക്ക് കേൾക്കുന്നാണോ? അതെ, ബിനു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്. വിനു എന്നാണ് ശരിക്കും. VINU. വിനു. തുടങ്ങ്. ഇത്രയും അർത്ഥം പറഞ്ഞ സ്ഥിതിക്ക് ഒരു തെലുങ്ക് പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്തൊരു രാജ്യത്തുനിന്ന് അടുത്തൊരാളെ ഇറക്കാം. ఇంకో ఆశ రెండో ధ్యాస లేకుండా చేసావు మాటల్లేని మంద్రం వేసి మాయలోగదోసావు నా కోసం మారావాను లేక నన్నే మార్చేసావాను నా కోసం మారావాను లేక నన్నే మార్చేసావాను. ഏതായാലും ഇവിടെ ഒരു തെലുങ്ക് സോങ് നമ്മൾ കേട്ടു. പക്ഷെ ശരിക്കും ഒരു കിടിലൻ പാട്ട്, അതും ഒരു ടർക്കിഷ് പാട്ടായ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ആ വെറുതെ കുറച്ച് രസമായിട്ടിരിക്കട്ടെ, കുറച്ച് വെറൈറ്റി ആവട്ടെ. ഒരുപാട് ഭാഷ കാരണം ഓൺ ദ വേ അവിടുന്ന് ഡയറക്റ്റ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുക കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം റിമി ടോമി. சொல்லடி இந்நாள் நல்ல தேரி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே സുന്ദരി കണ്ണാലൊരു സേതി சொல்லடி ഇന്നാൾ നല്ല തേരി. വാട്ട് എ ഫീൽ അല്ലേ? എന്ത് രസമായിരുന്നു. കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വിഷമമായി. ലക്ഷ്മി കുട്ടി എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്തു. കാരണം ഫസ്റ്റ് വന്നപ്പോഴല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മൊത്തം ഒരു അപരിചിത എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്ന ഒരു സമയം. ഒരു സ്റ്റാർട്ടിംഗ് ഇതിപ്പോ എല്ലാം നമ്മള് റിമി എനിക്കൊരു പാരയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. വണ്ണം കുറഞ്ഞിരിക്കുന്നുണ്ട് ആണോ നീ പറഞ്ഞ പാരയാവാൻ സാധ്യത? നന്നായിട്ട് പാടിപ്പോയി. നമ്മുടെ ചേട്ടൻ നമ്മള് ഉല്ലാസ് ചേട്ടൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മളൊരു ഷോയില് പെർഫോമർ അല്ലേ. പിന്നെ നെൽസൺ ചേട്ടനെ പറയണം, പാട്ടുകാരനാണോ അഭിനേതാവാണോ മിമിക്രിയാണോ റിയാലിറ്റി ഷോ വിന്നറാണോ? പിന്നെ എന്തായാലും എന്നെ പുകഴ്ത്തിയ സ്ഥിതിക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല റിമി ടോമി ഇവിടെ ഓണത്തുമ്പി ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തെ ഞാനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. കാരണം നിങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്ര വർഷമായിട്ട് നമുക്ക് അറിയാവുന്നതാ. നമ്മുടെ ഒരു ഷോയിൽ ഞാൻ ഇരുന്നപ്പോ അപ്പത്തൊട്ടേ പാർട്ടിസിപ്പന്റ് ആയിട്ട് അപ്പത്തൊട്ടേ കാണാം നമ്മുടെ മധുച്ചേട്ടൻ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്നോട് മമ്മി പറഞ്ഞു ഈ മൂക്കിൽ മറുകുള്ള ആളുടെ അടുത്ത് ഒഴിച്ച് നീ ആരുടെ അടുത്ത് വേണമെങ്കിൽ മിണ്ടിക്കോളാൻ. കാര്യമുണ്ട്. ബിനുചേട്ടന്റെ അടുത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഞാൻ മിണ്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്ന് വെച്ചാൽ എന്റെ അടുത്തുമാണ്, എന്റെ കയ്യത്തും ദൂരത്തും നിൽക്കുന്നു. പിന്നെ കൂടുതൽ കുറേ സംസാരിക്കും.
അതുകൊണ്ടായിരിക്കും മമ്മി. അപ്പൊ പക്ഷെ ഇപ്രാവശ്യം മിണ്ടട്ടാന്ന് പറഞ്ഞേക്കാം. മാറി നിൽക്കൂ കാട്ടാള. അതെ, റിമി ഞാൻ ഒരു കാര്യം മാറി നിൽക്ക് കാട്ടാളാന്ന് സുധീന പറഞ്ഞു. എന്നോട് മാറി നിൽക്കാൻ പറ്റും കാട്ടാളാന്ന് അവിടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡ് ഫുള്ള് മാട്ടയാണല്ലോ. അത് ഞാൻ പറയട്ടെ, GP വന്നൊരു ഡയലോഗ് പറഞ്ഞപ്പോ അതിനകത്ത് മാട്ട, ഇപ്പൊ ഒരു പാട്ട് പാടിയപ്പോ അതിനകത്ത് തൂങ്ക മാട്ടയും മാട്ടയാണല്ലോ. പക്ഷെ കാര്യമില്ല, ഒരു മൂട്ട പോലും അടുക്കൂലല്ലോ. അതാണ് റിമി. പറഞ്ഞപ്പോ എന്റെ ഒരു അല്ലല്ല, ഇത് പറഞ്ഞപ്പം ഈ അടുത്ത് നമ്മുടെ തലവരുടെ പിറന്നാളായിരുന്നു. நான் எப்ப வருவேன் எப்படி வருவேன் யாருக்குமே தெரியாது, ஆனா வறண்ட டைம்ல கரெக்டா வருவேன். അനുഗ്രഹം വേണം. കൊള്ളാവോ? അനുഗ്രഹം മേടിക്കാൻ ചിലർ മുടി ഉഴപ്പിക്കളയും. അനുഗ്രഹിച്ചിട്ടേ മുടി ഉഴപ്പിക്കളയുന്നു. അല്ല, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വളരെ 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 സന്തോഷം തോന്നാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇവിടെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചേട്ടന്മാരുടെ കൗണ്ടേഴ്സ് ഇങ്ങനെ തട്ടി മാറ്റിയിട്ടൊക്കെയാണ് അവർ സംസാരിക്കാറുള്ളത്. ഇന്ന് അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. പിന്നെ വേറെ സന്തോഷ വാർത്ത, ഈ 2022 വന്ന പുതിയ അനുഭവം ചോദിക്കുക. എന്താ സന്തോഷം? ചേച്ചി പറയുന്നത് 2022 ഫസ്റ്റ് വർക്ക് തന്നെ ക്യാൻസൽ ആയി പോവായിരുന്നു. കാരണം അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ക്യാൻസൽ ആയതിന്റെ TV ഷോ ഇവിടെയാണ്. അതെ, അതല്ലേ ഞങ്ങൾ ഇവിടെയാണ് അതും ബിനുവാടിമാരുടെ അടുത്ത്. ഹലോ, ഞാൻ മുമ്പേ ഒരു ചിരി ചിരിച്ചില്ലേ ഞാൻ ആവശ്യമായിട്ട്? അത് കണ്ട അതിന്റെ ബാക്കിൽ ഇട്ട് ഫില്ല് ചെയ്തേ. പിന്നെ സ്റ്റാർ മാജിക് ഒക്കെ എങ്ങനെ പോകുന്നു ചോദിക്കേണ്ട കാര്യമില്ല. ഗംഭീര പരിപാടി, വലിയ കാര്യം സമ്മതിക്കണം കേട്ടോ. എന്നും ഉള്ള ഒരു ഷോ അല്ലേ ഇത്. ഇത്രയും കണ്ടന്റ് വൈസ് ഉണ്ടാക്കാൻ, നിങ്ങളെ കണ്ട് ആരും മടുക്കാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമുള്ള ആൾക്കാരാണ്. കാര്യല്ലേ ഇത്രയും പരിപാടി പൊളി. ശരി, അപ്പൊ എന്തായാലും ഇന്നത്തെ സ്റ്റാർ മാജിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ? ഒരു അവസരം തരണ്ടേ? ഓക്കെ, ഇവിടെ അങ്ങനെ അപ്പൊ GPക്ക് എല്ലാവിധ ആശംസകളും. കാരണം തെലുങ്കിൽ നിന്നൊക്കെ വന്ന് മലയാളം മറന്നു തുടങ്ങിയ ഒരു കലാകാരനെ നമ്മളൊന്ന് മലയാളം ശരിക്കും GP പാടിയപ്പോ ഞാൻ വിചാരിച്ചു, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ അനു എനിക്കിട്ടൊരു പാട്ട് പാടിയായിരുന്നു. മറ്റേ ഏതൊരു അപ്പൊ ഞാനോർത്ത് ഇനി GPയും അത് തന്നെയാണോ എന്ന് പെട്ടെന്ന് വിചാരിച്ചു. പക്ഷെ തെലുങ്കിലെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ഗാനമാണല്ലേ. അല്ലു അർജുന്റെ സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ, പിന്നെ സൂപ്പർ. നമുക്ക് കേരളത്തിൽ നമ്മുടെ ഒരു സഹോദരൻ തെലുങ്കിലൊക്കെ പോയി ചെയ്യാന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമല്ല. ഫ്ലൈറ്റിൽ പോണം. എന്നെ പറ്റിയ എന്റെ റിമി. എന്തായാലും റിമി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം റിമി ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോ അനു എനിക്കിട്ടൊരു പാട്ട് പാടിയെന്നുള്ളത് അത് ചേച്ചി മറന്നിട്ട് പോലുമില്ല. ഇന്ന് നിങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് അനുകുട്ടി നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടും പാടുന്നുണ്ട്. റിമിയെ കൊണ്ട് GPയെ കൊണ്ട് അനുവിനെ കൊണ്ടൊക്കെ ഇവിടെ പാട്ട് പാടിക്കുമ്പോ ഇവിടെ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ട്. ബിനീഷ് ബാസ്റ്റിന്റെ അവൻ ഇറങ്ങുക. ഒരു അളിയന്റെ പാട്ടുമായിട്ട് വന്നേക്ക. അളിയൻ പൊന്നളിയൻ എന്ന് പറഞ്ഞിട്ട് ടീമിന് വാശിയാണ്. ടീമിന് പാടാൻ ഒരു അവസരം കൊടുക്കണം കേട്ടോ. നിങ്ങളൊന്ന് കേൾക്കണേ. ആദ്യം അനുവിന്റെ പാട്ടാണ്. അനു ഏത് പാട്ടാണ്? 4 എപ്പിസോഡ് ഡൈ ചെയ്തോണ്ട് വന്നേക്കാം. തെലുങ്കാണ്. അതെ അതെ, GP ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. പാട്ട് കേട്ടിട്ട് ഒരു പന്നിയലി സ്റ്റീൽ പാത്രത്തിൽ തലതല്ലി ചത്തുന്ന കേട്ടോ. ഒച്ച കേട്ടിട്ട് പന്നിയലി നിർത്തിയില്ല. അത് താളവടിച്ചതാണ്. ഇതൊക്കെ നോക്കി നടക്കാൻ സമയമുണ്ടോ? എപ്പ കിട്ടുന്ന സമയം ഈ പന്നീലിനെയൊക്കെ? നമുക്ക് വേറെ എന്താണ് സമയം? ഇവിടെ വല്ല പരിപാടി ഉണ്ടോ? സ്റ്റാർ മാജിക് കഴിഞ്ഞ പിന്നെ പന്നിയലിയുടെ പുറകെ നടക്കുക. ശരി, ഓക്കെ. ഓർക്കസ്ട്ര ചേട്ടാ. ഗുണു ഗുണു എന്തൊക്കെയാ പറയാൻ പോണെന്ന് ആർക്കറിയാം. അതെ, തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് പാട്ടാണ് നിങ്ങൾക്ക് അറിയോ? അവര് പാടിയാലും അർത്ഥമില്ലായിരുന്നു, നീ പാടിയാലും അർത്ഥമുണ്ട്. ചിരിപ്പിച്ച എന്റെ വഴി തെറ്റും. നീ ഞങ്ങളെ നോക്കണുണ്ടോ? ഞങ്ങള് ഞാൻ കണ്ണടച്ച് പാടാം. ഗുണു ഗുണു കിയാളു തോമേ ഇതെന്ത് ഭാഷ? തിലാസു കാണു പാത്തുക ഗിണു ഗിണു ദിലാത്തോ സാത്തേ തുലാളെ മറാത്തോ കായാണോ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. തിരാണു 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 ഗാളു ഗാളു
സിനാത്തോ കോമഡിയാണ്. ചേട്ടാ പോലെ ഇല്ല ഗിലു ഗിലു പോലെ ചേട്ടാ പാടാൻ സമ്മതിക്കത്തില്ലേ? പാടാൻ സമ്മതിക്കുന്നില്ല. എടാ മാട്ടസുതി എന്തോ പാടത്തെ ഇനിയിപ്പോ ഇത്തിരി മതി. ഞാനേ കഴിഞ്ഞ ഫസ്റ്റ് വന്നപ്പം എനിക്കറിയത്തില്ല, മൊത്തം ഞാൻ നെർവസ്. ഈ അനുവിന്റെ പാട്ടൊക്കെ ഇത് സീരിയസ് ആണോ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഭയങ്കര കൂളായിട്ട് നിൽക്കാൻ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു വന്നേക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ഈ പാട്ടിന്റെ ആദ്യത്തെ വരി ഏതായിരുന്നു? ഗുണു ഗുണു ബാക്കി തീയാ തീ ഏതാണോ? കാണാതെ പാടുന്നുണ്ട്. തെലുങ്ക് തെലുങ്ക് കുട്ടി ഇത് കാണാതെ പാടോ ഇത്? എനിക്ക് തെലുങ്ക് കേട്ടാ മനസ്സിലാവും എന്ന് ചിലര് പറഞ്ഞിരുന്നു. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരൂ. ഈ ഗുണു ഗുണു എന്ന് പറയുന്നത് എന്താണോ ഗുണു? അല്ല അനു, ഇത് ആരെഴുതിയതാണ് ഈ വരികൾ? ഈ ഗുണു ഗുണു എന്താ എന്താ എഴുതിയത് ഞാൻ തന്നെയാണ് ചേച്ചി. ട്യൂൺ ചെയ്യുന്നത് ഞാൻ തന്നെ. പാടിയത് ഞാൻ തന്നെയാണ്. ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ശരി, ഓക്കെ. ഒരു സിനിമ ചോദിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ചോദിച്ചു വെച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ടീമിനെ സംബന്ധിച്ചിടത്തോളം മുഖാകെ പ്ലിങ്ങിരിക്കുകയാണ്. ടീമിന് മലയാള സിനിമയിൽ തന്നെ വലിയൊരു അടിയായിരിക്കും. ഈ പാട്ടിനെ തോപ്പിക്കാൻ ടീമിനെ പറ്റൂ, ടീമിന്റെ പാട്ടിനെ പറ്റൂ. ഈ സംഗീതത്തിന് എത്ര അവഹേളിക്കരുതട്ടാ. സംഗീതത്തിന് എത്ര അവഹേളിക്കാൻ അങ്ങനെ ടീമോ ഒരു പഞ്ചിൽ ഒരു അടിപൊളി പാട്ടിടുന്നു, ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും ഒറിജിനൽ ആയിട്ട് നമ്മൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. So once again welcome all of you with the Star Magic. ഇനി ആദ്യം പുതിയ നമ്മള് ഗെയിം കളിക്കാൻ പോവാ. ഈ ആദ്യം പുതിയ കളിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം അടിക്കും ഗെയിം, ഞങ്ങൾ കൈയടിക്കും. എന്ത് ഗെയിമാ? ഒരു സെലിബ്രിറ്റി ഗെയിം സെഗ്മെന്റ്. ശരി, എനിക്ക് ഇഷ്ടമാണത്. അതാണ്. അപ്പൊ നമ്മൾ ഇനി സെലിബ്രിറ്റി ഗെയിം സെഗ്മെന്റിലേക്ക് പോകുമ്പോ ആ പ്രോപ്പർട്ടി നമ്മൾ കൊണ്ടുവരാം. ആ പ്രോപ്പർട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഒരു നല്ല പ്രോപ്പർട്ടി. വേറെ പ്രോപ്പർട്ടി നിങ്ങളുടെ നടക്ക് വരും. ഇതാണ് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അതായത് ഓരോ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ചേച്ചിയാണ് ഫസ്റ്റ് കറക്കണമെന്നുണ്ടെങ്കിൽ കറക്കി നമ്മൾ നിർത്തും. ഞാൻ അങ്ങനെ ആരെയും കറക്കാറില്ല, എല്ലാരും എന്നെ കറക്കി വീഴ്ത്തുകയാണ്. ഞാൻ ശ്രമിച്ചോണ്ടിരുന്നത് കണ്ടുപിടിച്ചോന്ന് ഓർത്തു പോയി ഞാൻ. അതും കേട്ടില്ല. ഞാനൊരു ലാലട്ടൻ സ്റ്റൈലിൽ പറയാണ് കേട്ടോ. ഞാനങ്ങനെ സാധാരണ വരുന്നാണല്ലോ. ഞാനങ്ങനെ ആരെയും കറക്കാറില്ല, എല്ലാരും എന്നെയാണ് കറക്കി വീഴ്ത്താറുള്ളത്. എന്റെ ലാലേട്ടൻ അത്ര ശരിയായില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ലാലേട്ടന്റെ ചെയ്യുന്നവരെ ഏറ്റവും പെർഫെക്റ്റ്. ചേട്ടാ സെയിം ഡയലോഗ്. ഞാൻ ആരെയും കറക്കാറില്ല, എന്നെയാണ് പലരും കറക്കി വീഴ്പ്പിക്കാറ്. ശംഭോ മഹാദേവ. അടിപൊളി. ഇനി ലാലേട്ടന്റെ സമയം. എന്താണ് നിനക്ക് ഭ്രാന്തായോ? ഇനി ലാലേട്ടനെ കറക്റ്റ് ആ ഒരു മാൻഡ്രസം ചെയ്യൂ കേട്ടോ മനുഷ്യേട്ടൻ. അയ്യോ, അടിപൊളി അടിപൊളി. ഇനി ലാലേട്ടൻ ചെയ്യും. ലാലേട്ടന്റെ അടിപൊളിയായിട്ട് ചെയ്തോട്ടെ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അടിപൊളി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ഇത്രേ ഉള്ളൂ. ഒരാൾ ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആൾക്കുള്ള ടാസ്ക് ആയിരിക്കും. ആ നമ്പറിലേക്ക് വരുമ്പോൾ നമ്മൾ ടാസ്ക് പറയും. ജീപ്പ് കറക്കുമ്പോൾ ചേച്ചിക്കുള്ള ടാസ്ക് ആയിരിക്കും. സോ സിമ്പിൾ. ഓക്കെ, 4. യെസ്. ഒരു പാട്ടിൽ വിവിധ നടന്മാരുടെ ആക്ഷനിൽ അഭിനയിക്കുക.
4 പേര് ചെയ്തു. നിങ്ങളുടെ മുന്നിൽ ഇത് ഒരിക്കലും നല്ലതല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സൂപ്പർ. ഞാൻ സക്സസ് ആക്കി. ഇനി അടുത്തത്. അപ്പൊ പോയിന്റ് അവിടെ കിട്ടിയിരിക്കുകയാണ്. തിരിച്ച് ഇങ്ങോട്ട് പണി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, റെഡി. ശരി, 3 വന്ന് നിൽക്കാണ്. ചേച്ചിക്കുള്ള ടാസ്ക് ആണ്. GP ഒരു ശുഷ്കാന്തി ആ കൊച്ചിന്. ഒരു ഡയലോഗ് 3 ഭാവത്തിൽ അഭിനയിച്ച് പറയുക. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വെട്ടിപിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ സങ്കടം അല്ലല്ലോ, ഇതിൽ എഴുത്തുന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് തുടങ്ങാൻ സങ്കടം കിട്ടി. സങ്കടം കിട്ടോ? മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും അമേദ്യവും 4 നേരം കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി 4 നേരം മൃഷ്ടാംഗം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലുള്ള പരമച്ചെറ്റകൾക്ക് ആ പേര് ഈ പണി ചേരൂ. GP ഈ പണി ചേരൂ. ഇത് ആക്ച്വലി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്ക് ഇതേ പറ്റിഞ്ഞ് വേണ്ട. ഇനി സൂപ്പറാ. രോമാഞ്ചം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം ആസനത്തിൽ അയ്യോ അവിടെ കുളിര് വേണോ? പാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലുള്ള ചേട്ടനെ പോലുള്ളവർക്കൊക്കെ ഇത് പറ്റൂ. ആദ്യമായിട്ട് അമേദ്യം എന്നൊക്കെ പറയുമ്പോ കുളിര് വരുന്നു. ലാസ്റ്റ് വൺ ഭയം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും ഒക്കെ കൂട്ടിക്കഴിച്ച് 4 നേരം സ്ഥാനം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്ന നിന്നെ പോലുള്ള പറ്റത്തില്ല പേടി പേടി കൂടിയിട്ട് വാക്കുകൾ വരുന്നില്ലെന്ന്. GP ഒരു കൗണ്ടർ അടിച്ചായിരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. ഈ അമേദ്യം എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ രോമാഞ്ചം വരുന്നത്. ഇത്ര ടെൻഷൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന അത്ര ഗംഭീരമുള്ള പിന്നെ ചെയ്യുമ്പോ ആസ്വദിക്കണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളാ. ശരി, ചേച്ചി തന്നെ നോക്കിയിട്ട് പറഞ്ഞോളൂ. പഴയ കാല ഗാനരംഗത്തിന് അഭിനയിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടാണ് ഇവർ രണ്ടുപേരും ചെയ്തത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്റ്റാർ മാജിക്കിൽ നമ്മൾ പോകാൻ പോണ ഗെയിം എന്ന് പറയുന്നത് അനുവിന്റെ പാട്ട് ഇൻസ്പയർഡ് ആയിട്ട് തെലുങ്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗെയിമിന്റെ പേരിൽ ആദ്യത്തെ ഒരു വേർഡ് നമ്മൾ ആ തെലുങ്കിലെ ആ ഒരു വേർഡ് കടമെടുത്തുകൊണ്ട് ഇതൊരു വൈറൽ ഗെയിം ആയിരിക്കും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. ഈ കൂട്ടത്തിൽ വൈറൽ ഗെയിം കളിക്കാൻ യോഗ്യൻ ഒരാൾ മാത്രമുള്ള വൈറൽ ഗെയിം ആയതുകൊണ്ട് ഉല്ലാസം ജയിക്കുകയും ചെയ്യും. മോശമൊന്നുമല്ല. ഇത് പറഞ്ഞപ്പം ഞാനും GPയും കൂടെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ കൊറോണ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞ് കൊറോണ വന്നു പോയവർക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടി ആന്റിബോഡീസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ എടുക്കണമെങ്കിൽ ഇനി ഒരു 10 വർഷം കഴിയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചു. അല്ല ആന്റിമാർക്കല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ശരി, അപ്പൊ ഏതായാലും ആ ഒരു ആന്റിബോഡി കൗണ്ടർ വെച്ചിട്ട് ആ ഒരു കൗണ്ടറോട് കൂടി പഞ്ചോട് കൂടി നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഗുഡു തണു. അപ്പൊ ഗുണം എന്നുള്ളത് അനു
ഗുണുവിന്റെ പാട്ടിന്റെ ആദ്യത്തെ വേർഡും പിന്നെ ടണു ഞാൻ കൈ നിട്ടതുമാണ്. അപ്പൊ ഗുണു ടണു എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് ഒരേ ഒരാളായിരിക്കും ഗെയിം കളിക്കാൻ വരുന്നത്. എത്ര പേരായിരിക്കും? ഒരേ ഗുണു. ഒരു ടീമിൽ നിന്ന് ഒരു ഗുണു വരണം. ആ ഗുണു തോൽക്കുമ്പോ അപ്പുറത്തെ ടീമിൽ നിന്ന് ഒരു ടണു വരണം. ഇതാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അവിടെ കുറെ ബോൾസ് ഉണ്ട്. എത്ര ബോൾ വേണമെങ്കിലും സാമർത്ഥ്യമുള്ള ഒരു കയ്യുക്കാരെന്ന് പറയുന്ന പോലെ എത്ര ബോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിലോ തലയിലോ എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് അവിടുന്ന് ചാടി തുടങ്ങണം. ഓക്കെ, രണ്ട് കാലും ഒരുമിച്ച് വേണം ചാടാൻ. അതായത് അവിടുന്ന് ചാടുന്നു, അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് ചാടുന്നു, അങ്ങനെ എല്ലാ ക്യാപ്സിക്കത്തിലേക്കും അതുപോലെ തന്നെ മഞ്ഞ ക്യാപ്സിക്കത്തിലേക്കും ആപ്പിളിലേക്കും എല്ലാത്തിലേക്കും ചാടി ചാടി ഇവിടെ എത്തിയതിന് ശേഷം ആ ബോൾസ് എല്ലാം നിങ്ങളുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻ കേസ് ഒരു സിംഗിൾ ലെഗ് എവിടെയെങ്കിലും ടച്ച് ആയി കഴിഞ്ഞാൽ ആ ഗുണനോട് ഞാൻ ബായ് പോയിരിക്കൂ എന്ന് പറയും. അപ്പൊ ഓപ്പോസിറ്റ് ടീമിൽ ടണു വന്നിട്ട് കളിക്കും. ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്. മനസ്സിലായിട്ടണു അല്ല മണാലി എന്ന് പറയണം. എടാ ഇവർ അവിടെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ എവിടെ ഇരിക്കും, ഞങ്ങൾ അവിടെ മിണ്ടാതിരിക്കാം ഇവിടെ. ഇതിൽ ആരാണ് ഗുണു ടീമിനെ റെപ്പ് ചെയ്യണേ? ഇതിൽ ആരാണ് ടണു ടീമിനെ റെപ്പ് ചെയ്യണേ? ഞാൻ കുളു, കാരണം എനിക്ക് പനിയൊക്കെ പിടിച്ച് നല്ല കുളിരായിരുന്നു. ഞാൻ കുളു. ശരി, അപ്പൊ നെൽസൺ ചേട്ടന്റെ ടീം. നെൽസൺ ചേട്ടന്റെ ടീം. ഞാൻ ബിനു ചേട്ടന്റെ ടീം. ഈ ഗുണുവിനെയും ടണുവിനെയും ഞാൻ അങ്ങോട്ട് തരികയാണ്. സ്പോട്ടിൽ ഒരു പാട്ടുണ്ടാക്കി പാടാമോ? മത്സരത്തിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കാണല്ലോ. അപ്പൊ ഒരു പ്രചോദനം കൂടിയാണല്ലോ ഈ പാട്ട്. കിളി പോകുന്ന പാട്ടുകളൊക്കെ പാടുന്നത്. കിളി കൂട് തുറന്ന് ശരി, കിളി പോകുന്ന പാട്ടുകൾ പാടി തിരിച്ച് ടണു വരുന്ന പാട്ടുകൾ പാടണം. ഈ ഗാനം ഏത് ചിത്രത്തിലേന്ന് ചോദിക്കാം ചേച്ചി. ഈ സോങ് ഏത് ചിത്രത്തിലെ? ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. നമ്മൾ കൂടെ ഉണ്ട്. ഇന്ന് മാട്ട കൗണ്ടേഴ്സ് കൂടുതൽ പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ടീമിന് ഗിഫ്റ്റ് ഉണ്ട്. അത് മിക്കവാറും ഞങ്ങൾ കൊണ്ടുപോകും, അല്ലെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകും. സ്റ്റാർ മാജിക്കിന്റെ തണുവാണ് റിമീട്ടു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ കുരുവാണ് സുധി. ടണു വെച്ചിട്ട് പാട്ട് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങള് പാടിയല്ലോ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി എന്നെ നോക്ക്. കിളിവാതിൽ അടയ്ക്കുകില്ല, അടയ്ക്കണ്ട. കാമിലി നിന്നെ ഞാൻ ഉരക്കുകയില്ല. അത് മാത്രം പറയല്ലേ കേട്ടോ, ഒന്നാമത് ഉറക്ക കുറവായി, എനിക്കൊന്ന് ഉറങ്ങണം പ്ലീസ്. തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. അപ്പൊ ഗുണവും ടണുവും ഒക്കെ സെറ്റാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? എന്റെ ടീമായിരിക്കും ജയിക്കാൻ പോണേന്ന് വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുടങ്ങുന്നതിന് മുമ്പേ അറിയാം നമ്മളാ ജയിക്കാൻ പോകുന്നത്. ഇത് ഗുണു ടീമും ഇത് ടണു ടീമും. ഏറ്റവും ആദ്യം ആരുടെ ടീമാ കളിക്കാൻ വരട്ടെ. ഞങ്ങൾ തണു ഇച്ചിരി തണുത്ത് നിൽക്കുക. ശരി, ഓക്കെ. ഈ അഞ്ചൽ മധുവിന്റെ ആ മുഖം നോക്കി, എന്ത് ഉത്സാഹ നോക്കി. അതുകൊണ്ട് തന്നെ മധുചേട്ടൻ ഏറ്റവും ആദ്യം വന്ന് കളിക്കട്ടെ. അപ്പൊ ഗുണു ടണു ഹായ് എന്തിരുന്നെ പേര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. രണ്ട് ബോൾ വേണ്ടേ? ഒരെണ്ണം എടുക്കണല്ലോ. വരുന്നില്ല. പോയി.
പോയിന്റ് കിട്ടിയില്ല. ഞങ്ങളുടെ പാവങ്ങളുടെ വിനായകനാണ് ഇനി കളിക്കാൻ പോകുന്നത്. പാവങ്ങളുടെ വിനായകൻ. 2 ബോൾ വേണം. പോരട്ടെ ഒന്നൂടെ. അത്രേ ഉള്ളൂ. പറ്റും സമാധാനം. ഓക്കേ, അടിപൊളി. അടുത്താള്. നമ്മളെ കൂടുതൽ ചെയ്യാൻ പറ്റൂടി. പിന്നെ ഇതൊക്കെ സിമ്പിൾ അല്ലയോ? ഒരെണ്ണം എടുത്താൽ മതി. ലോകത്തില്ലാത്ത അത്ര എടുക്കുവേ കയ്യില്. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. ആക്രാന്തം. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. എന്താണ് ഉദ്ദേശം? മതി. കൂടി എടുക്കായിരുന്നില്ലേ? അങ്ങനെയില്ല. ഹലോ എന്നാ പരിപാടി? ഹലോ, ഇറങ്ങി ഇങ്ങോട്ട്. ഇനി അവിടെ പോയിട്ട് 2 കാലും ഒരുമിച്ച്. മതി. ഇത് നിങ്ങളെ കളിയാക്കട്ടോ. ഒരു കാലടെ അത് 2 കാലല്ല, 2 കള്ളക്കളി വരുന്നത്. പോട്ടെ. ഓ പിന്നെ അതെന്തുവാ? അനു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പേപ്പറിലെങ്കിലും എഴുതിത്താ. അത് 2 കൊണ്ട് കളഞ്ഞു. അതും കൊണ്ട് കളയുവാ. ഇത് ആർത്തിമുത്ത് വട്ടായതാന്ന് തോന്നുന്നു. ഒരു കാലാണ്. കുഴപ്പമില്ല. ഒരു കാലാണ്. പോട്ടെ. കമോൺ. പോട്ടെ. അരിയാട്ടോണോ? അരിയാട്ടോണോ? നന്നായിട്ട് അരച്ച ദോശക്കുള്ളതാ. അസാധ്യ പ്രകടനം. അടുത്താള്. മലബാറിന്റെ സ്വന്തം ഷാഫിക. ഷാഫികളെയും ഓ, സൂപ്പർ. ഷാഫി. കമോൺ ഷാബേ. ഞാനും സമയെടുത്ത് മതി. അയ്യോ അതിന് പോയി. ഇത് തീരുമാനിക്കാം. വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തു കേട്ടോ. ഗുഡ് ജോബ്. അടുത്താള്. അടുത്ത ശിവാശ്രീകളാണ്. ശിവാശ്രീകൾ. വെരി ഗുഡ്. ഒന്നുകൂടെ ഷിയാസ്. അയ്യോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ല അങ്ങനെ കറക്റ്റ്. അതെന്നാ പോക്കാത്? നാടോടി നിർത്തോ? മതി. അവിടെ നിൽക്കേ. ഓക്കെ ഫൈൻ. പറ്റും. വെരി ഗുഡ്. അയ്യോ എന്താണ് വെള്ളമാണോ നിനക്ക്? എന്റെ ദൈവമേ. പറ്റും. നിനക്ക് പറ്റും. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പറ്റും. വെരി ഗുഡ്. സൂപ്പർ. ഫൈൻ. യെസ്. നടന്നു കയറി.
ഓക്കെ ഓക്കെ പോയി ഡയാന. ഡാൻസ് ഇപ്പൊ വേണ്ട, ജയിച്ചിട്ട് മതി. ഡയാന ഇങ്ങനെ പേടിക്കലടാ. ആ പോവും പോവും ചാടിച്ചോ. അതെ മതി. ഞങ്ങളിപ്പോ ഉറങ്ങുകയാണ്. എന്തൊരു പേടിയത്. അടുത്താള് ഐഷു ദണ്ടെ നോക്കി വേണം കേട്ടോ. ഐഷു ഒരു ബോൾ മതി, ഒരു ബോൾ മതി. ദയവ് ചെയ്ത് ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് കേടാക്കരുത്. ചവിട്ടി പൊട്ടിക്കരുത്. പതുക്കെ പതുക്കെ നൈസ്. അരമണ്ഡലത്തിലെ മാക്കറി ചാടുന്ന ഒരു ചാട്ടാ ചാട്. അടുത്തത് കമോൺ. ആനപ്പുറത്ത് എങ്ങടെ വേണേ എഴുന്നള്ളിക്കാൻ സാരമില്ല. ഇല്ല ഇല്ല, അവള് പഴയ കളരിയാ, ഇച്ചിരി തുരുമ്പുണ്ടെന്നുള്ളൂ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ. ഞാൻ മറിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ശരിക്കും ഷാഫിക്ക് മാത്രമാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. Come on, മനുഷ്യേട്ടാ. അതോ ശ്രദ്ധിച്ചു നേരത്തെ പോലെ. Very good. പതുക്കെ മതി. ഒന്നുകൂടെ പോ. Very good. പതുക്കെ. Super. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടപ്പ. അടുത്തത് ശൂരനാടിന്റെ സ്വന്തം നെൽസൺ കോട്ടയം. ചേട്ടാ ജില്ല. ഷിയാസ് വാശിപ്പുറത്താണ് അല്ലേ ഷിയാസ്? വെരി ഗുഡ്. പതുക്കെ മതി, സമയം എടുത്ത് മതി. മിടുക്കൻ. അയ്യോ ഒന്നുകൂടെ പോ. പറ്റും. Ready? Rafika, come on. Very good. പതുക്കെ മതി. Very good. കാഫി ഒന്നുകൂടെ നോക്കുന്നോ? ഒന്നുകൂടെ നോക്കണോ? Very good. Come on. You can do it. ചെല്ലടാ. Very good. Come on. ഇനി ഈസിയാ. മാറ്റില്ല. Okay. കാഫി നിങ്ങളുടെ ടീം, അടുത്ത മധു. ധൃതിയൊക്കെയല്ലേ. ആണ്ട പോയി. പതുക്കെ. ഓക്കെ. അവിടെ നിൽക്കാം. ഓടിക്കോ. Come on, മനുഷ്യേട്ടാ. ഓക്കെ. ചേട്ടാ. Come on. എന്തുവാടാ മധു, നിനക്ക് പറ്റിയില്ല പിന്നെ ആർക്കാണ് ഇത് പറ്റുന്നത്? ഇത് പറ്റും. അതാണ്.
കൺട്രോൾ ചെയ്തൊക്കെ എടുക്കാം. Come on. ഓ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. സെന്ററിലേക്ക്, കുറച്ച് സെന്ററിലേക്ക്. ഇത് പൊട്ടി കേട്ടോ, ഇത് പൊട്ടി. ഒരു തവണ കൂടെ വേണോ? ഓക്കെ come on. അത് തന്നെ അവിടെ നിൽക്കാം. ഓ മധു You can do it. Come on. നടക്കുന്നു ഡാൻസ് ചെയ്യാൻ നിൽക്കരുത്. Very good. ആ ഗുഡ് അടിപൊളി. Stay. ഇനി കാണാം നമുക്ക്. അത് പറ്റില്ല. Okay. അങ്ങ് പോരാ, അതുപോലെ ഇങ്ങ് പോരാ. ആ എന്നാലും മതി. കൂടുതൽ നിന്നാ ഡാൻസ് കളിക്കേണ്ടി വരും. ആ പോരട്ടെ. ചാടിക്കോ, ഇട്ടോ. പതുക്കെ. മതി. Very good. ഇടേ, അടുത്ത side. അതുപോലെ തന്നെ. ആ നടക്കണി. Very good. Diana. അങ്ങനെയെങ്കിലും പോട്ടറാ, അല്ലാണ്ട് ഒറ്റച്ചാട്ടം നടക്കും. ഷാഫിക്ക് പറ്റും. എന്നെ ഒന്ന് നോക്കൂ, എന്നെ നോക്കി പുഞ്ചിരിക്കൂ. പറ്റും ഷാഫി. റെഡി. പുഞ്ചിരിച്ച ചിലപ്പോ പറ്റൂല. പറ്റി, അടുത്തതും പറ്റും. നോക്കൂ. ചിരി വലിച്ചു. എന്റെ അമ്മ പറ്റി. ഷാഫി അടുത്ത് സുഖമായിട്ട് പറ്റും. Very good. മോനെ. Very good. ഷാഫി. മോനെ. അത് ഇടുന്നതിൽ പെട്ടു. Very good. ചിരി വലിച്ചു. റിമി ചേച്ചിയുടെ ചിരി അങ്ങനെ രണ്ടെണ്ണം മതി. ഇത് സാധ്യതയില്ല കേട്ടോ. പെട്ടെന്ന് വീഴും. മധു കോൺസെൻട്രേറ്റ്. അടുത്തത് പോവും. നടന്നാ കയറി. വെരി ഗുഡ് മനുഷ്യേട്ടാ. ഓക്കെയാണോ? ഓക്കെ. ഭയങ്കര ഗെയിമായിരുന്നു. എല്ലാ ടീമും നന്നായിട്ട് ഈ ഗെയിം കളിക്കാൻ വേണ്ടി നോക്കി. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിമി ചേച്ചിയുടെ ചിരിയായിരുന്നു. ആ ഒരു ചിരിയില് പോയിന്റ് ആകെ സ്കോർ ചെയ്തത് ഷാഫിക്കായിരുന്നു. ഷാഫിക്ക് വേണ്ടി ചിരിച്ചേ. ഒന്നുകൂടെ ക്ലോസ്. ഈ ചിരിയിലായിരുന്നല്ലേ ഈ ഗെയിം കളിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് ചിരികളിലല്ലേ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. പോകാതെ നിൽക്കുന്നതും. നിങ്ങളെ ഒരുപാട് ചിരി വിട്. ഈ ചിരി എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. അതൊരു ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. മറ്റേ മിന്നൽ അടിച്ച പോലെ ഇങ്ങോട്ട് കിട്ടി. അത് ക്യാച്ച് ചെയ്താണ് ഇങ്ങനെ. ഓ എന്റെ മിന്നൽ പുരളി. 2 മൈക്ക് ഇരുന്നിട്ടും അതിനകത്ത് പറഞ്ഞില്ല. പറയാൻ പറ്റുന്നില്ല പുള്ളിക്ക്. ഈ ഒരു ഗെയിം കഴിയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഗെയിം അറ്റംപ്റ്റ് ചെയ്ത് നന്നായിട്ട് കളിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 2 കാലും മറ്റേ ടൈം ഒരുമിച്ച് ഈ പ്രോപ്പർട്ടിയിൽ ടച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് കൂട്ടാൻ പറ്റൂ. അങ്ങനെ നോക്കുമ്പോ ആരാണ്? അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഷാഫിക്ക മാത്രമാണ് ഈ ഗെയിം മധുചേട്ടൻ ചെയ്തു. പക്ഷെ അവസാനം 2 എത്തിയപ്പോഴേക്കും കാല് മാറിപ്പോയി. മധുചേട്ടൻ അസലായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം 2 കാല് ചാടിയിട്ട് കുഴപ്പമില്ല. മധുചേട്ടന്റെ ടീമും പിന്നാലെ. പക്ഷെ പുൽച്ചാടിയൊക്കെ ചാടുന്നു. അതെ നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. ഗേൾസും അതെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എന്റെ പൊന്നെ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന കണ്ടതിനേക്കാളും ഭയങ്കര റിസ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇത്. ഒരെണ്ണം നമുക്ക് അങ്ങോട്ട് ചാടാൻ പറ്റുമോ? ഇല്ല. ഒരാൾ വീഴുമ്പം കൈയടിക്കരുതെന്ന് പറയും. പക്ഷെ അതാണ് നമ്മുടെ ലോകം ചെയ്യുന്നത്. അതാണ് ഇവിടെ നടന്ന ഗെയിമും. ജസീലൊക്കെ 3 പ്രാവശ്യമൊക്കെ തലകുത്തി വീണിട്ട് എന്നിട്ട് നമ്മളോട് ചോദിക്കും ഓക്കെ ആണോ? നമ്മൾ തിരിച്ചല്ലേ ചോദിക്കണ്ടേ? റിലേ പോയിട്ടേ ജസീല നമ്മുടെ ഗേൾസിൽ വെച്ചിട്ട് ഭയങ്കര പുലിക്കുട്ടിയാണ്. അവളെ ഓർക്കണം അനുഭവം വീണെന്ന് ഓർത്തിട്ട് ഓക്കെ അല്ലേ സത്യം. ശരി, അപ്പൊ നമ്മുടെ ഗുണോട്ടണു എന്ന് പറഞ്ഞ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് റിമി ചേച്ചിയുടെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഞങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ പരാജയത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. തുടങ്ങുമ്പോഴേ അറിയാം ഞങ്ങൾ ജയിക്കൂന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ കക്ഷികൾ അവിടെ ഉണ്ടോ? അല്ല എന്നാ ഒരു സംശയം.
തെലുങ്കിലേക്ക് പോയോ എന്നൊരു സംശയം. ശരി, അപ്പളേ ഒരു സന്തോഷത്തിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് വേണമെങ്കിൽ ഒരു ആനന്ദം നിർത്താം. അല്ല, പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ സംഭവം ഇത് ഇവിടുന്ന് കണ്ടിരിക്കുമ്പോ തന്നെ അതിന്റെ റിസ്ക് അറിയാം. പക്ഷെ ഇവരുടെ ആവേശം ഉണ്ടല്ലോ, അത് രണ്ട് ടീമാണെങ്കിലും അത് പ്രശംസനീയം തന്നെയാണ്. കാരണം ആദ്യമൊക്കെ പല ആൾക്കാർക്കും പേടി ഉണ്ടായിരുന്നെങ്കിലും വീഴുമ്പോ വീണ്ടും തിരിച്ചു ഓടി വരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. എന്റെ അമ്മ, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഗംഭീരായിരുന്നു. ഒന്ന് ട്രൈ ചെയ്യുന്നു. ഞാൻ തെലുങ്കിൽ പോലും കണ്ടിട്ടില്ലെന്ന്. അയ്യോ സത്യം, തമാശക്ക് പറയല്ലേ. റിമി ചേച്ചി എന്തായാലും വിളിക്കാൻ പറ്റില്ല. അപ്പൊ GP വന്ന് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന് ഒരു പ്രചോദനമാവും. അപ്പൊ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തെലുങ്കിൽ നിന്ന് മലയാളത്തിലേക്ക് സ്റ്റാർ മാജിക്കിലേക്ക് GP ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. താടി വെച്ച് ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, ജയിക്കും. പറഞ്ഞൊരു കാര്യം പറയട്ടെ, ഇത് വീഴുവാണെങ്കിൽ നിങ്ങൾ ആരും പിടിക്കല്ലേ, ഞാൻ പിടിച്ചോളാം. വീഴണേ നമ്മൾ നിൽക്കുകയാണ് അവള് കേട്ടോ. വീഴുവാണ് എന്റെ മേത്തോട്ട് തന്നെ വീഴണേന്ന് അങ്ങനെയൊക്കെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? നേരത്തെ ചിരി ഇവിടെ ചിരിക്കുന്നുണ്ടോ? അതിന്റെ ആവശ്യമില്ല, അവിടെ ഒരുപാട് ചിരി വേറെ കിട്ടുന്നു. അയ്യോ, വേണ്ട, എപ്പോഴും വെക്കണ പോലെ വെച്ചാൽ മതി. നിങ്ങൾ എവിടെയൊക്കെ പോയാലും തിരിച്ച് മലയാള ഇൻഡസ്ട്രിയിലോട്ട് വരും. അല്ല, നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ എത്ര പരാജയപ്പെട്ടാലും ജയിക്കുന്നവരെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. നമ്മളെ വിളിച്ചപ്പോഴേക്കും ഗെയിം കളിക്കാൻ വേണ്ടി വന്നു, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തെന്നുള്ളതാണ് ഒരു വലിയ കൈഡി. അപ്പളേ ഈ ഒരു ഗെയിം കഴിയുമ്പോ രണ്ട് ടീമിനും നമ്മൾ വലിയൊരു കൈഡി കൊടുക്കാണ്. അല്ല, ഗിഫ്റ്റ് നമ്മൾ വഴിയെ കൊടുക്കും. എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് റിമി ചേച്ചി റപ്പി എന്ന ടീമാണ്. സ്പെഷ്യൽ മെൻഷൻ GP ആൻഡ് ടീം ഉണ്ട്. നമ്മൾ വിളിച്ചപ്പോഴേക്കും ഗെയിം ഒക്കെ കളിച്ചു, നന്നായിട്ട് നിങ്ങളും കളിക്കാൻ ശ്രമിച്ചു. ബട്ട് കുഴപ്പമില്ല, മത്സരത്തിൽ കളിച്ചില്ല, കാര്യമില്ല. അതാണ്, നോ പ്രോബ്ലം. അപ്പൊ ഈ ഒരു ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് റിമി ചേച്ചിയുടെ ടീമാണ്, അതായത് നെൽസന്റെ ടീമാണ്. ഷാഫിക്കയുടെ ആ ഒരു 2 പോയിന്റ് ഇവരെ ജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് എന്താണ് നന്നായി തേച്ച് ഒരച്ച് കുളിക്കാൻ എല്ലാവർക്കും കൊടുക്കും. നേരത്തെ പിടിച്ചു കൊടുക്കും. എല്ലാവരും കുളിക്കട്ടെ. കൊടുക്കേണ്ടത് ചേച്ചിയാണോ? ടീമല്ലേ? യെസ്. തെലുങ്കിന്റെ മുത്തേ വാ, എന്റെ തെലുങ്കാനേ വാ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെയാണ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അവര് നമുക്ക് തരും അല്ലേ? തിരിച്ചു ഗസ്റ്റിന് നിങ്ങൾ തരും. ഞങ്ങളത് വീട്ടിൽ കൊണ്ടുപോകല്ലേ? നല്ല സോപ്പിന്റെ മണം. ഈ സോപ്പ് ഇട്ടാലായിരിക്കും നമ്മൾ ക്യൂട്ട് ആകുന്നത് അല്ലേ? ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഏട്ടാ. 2022 വേഗം എടുത്തു ഗംഭീര വർഷമായിരിക്കട്ടെ. 2022 നമ്മൾ കൊറോണയെ തുരത്തും. മാൻ ഓഫ് ദ മാച്ച് ഷാഫിക. ശരി, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു ഒഫീഷ്യൽ വെൽക്കമിങ്ങിന്റെ ആവശ്യമില്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് പോന്നോളൂ ഷാഫിക. ഇത്ര നാളെ വന്നിട്ട് ഗെയിം കളിച്ച് ബെസ്റ്റ് പെർഫോമർ ആയി. ജിങ്ങനെ വേണ്ടി അടിക്കൂ. കൺഗ്രാറ്റുലേഷൻ. അതാണ് ചാട്ട എടുത്ത് മണി അടിച്ചേനെ. കൊറേ കാലായിട്ട് തിരിച്ചു പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ കുറെ അടി വാങ്ങി തോറ്റ് അടി വാങ്ങി ബിൻചേട്ടന്റെ ടീമിലായിരുന്നല്ലോ. അങ്ങനെ തോറ്റ് അടി വാങ്ങി 2022 ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. അതെ, പിന്നെ അടി മേടിച്ച് മെഴുകുക കിടന്ന്. ശരി, അടുത്താണ് ടീമ്
ടീമിന്ന് ആകെ നിരാശയായി. ഒന്നാമത് കണ്ണ് കാണാൻ പാടില്ല, അതിന്റെ കൂടെ കൂളിംഗ് ഗ്ലാസ് എവിടെയൊക്കെ അടി കൊള്ളൂ. കുറെ നാളായി ശരീരമൊക്കെ നനക്കിയിട്ട് മുമ്പാട്ട് ബാക്കാട്ട് വരണ്ടാ. ബാക്കാട്ട് വന്ന അടിയുടെ വീര്യം കൂടും. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ why this man is called a genius. I am waiting. അടികൊള്ളാൻ. ഹലോ അനു എന്താ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പറഞ്ഞേ? ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു കൊച്ച്. ഏത് ഡയലോഗ് ആയിരുന്നു? പ്ലാൻ ചെയ്തു പറഞ്ഞല്ലേ കേട്ടോ. ജാക്കിച്ചാന്റെ പെങ്ങളെന്താ വലിയ വർത്താനം പാടില്ല. എന്റെ അച്ഛന്റെ ഞാൻ ചോദിച്ചു അത് തെറ്റാണോ? ചേട്ടാ എന്തായാലും അടിക്കല്ലേ? ആ ബ്യൂട്ടി സോപ്പ് എനിക്ക് തരുമോ? തരാം. നീ അവിടെ നിൽക്കും. നിനക്ക് സോപ്പിന്റെ ആവശ്യമല്ല, പേസ്റ്റിന്റെ ആവശ്യമാണ്. സംസാരമൊന്നുമില്ല. തോറ്റു അടി കേട്ടോ. അങ്ങനെ ജസീലനെ ഒന്നും ചെയ്യല്ലേ. അത് കൊള്ളാം നെൽസു. പൊന്നുജീവി നമ്മളെ ആൾക്കാരെ എടുത്തിട്ട് തല്ലോ ഇതൊക്കെ. മഞ്ഞളിടും. അയ്യോ ഉല്ലാസേ, ജോസ് പ്രകാശിന്റെ ഭാര്യ തല്ലാൻ പോവേല കാരണം അവനെ കപ്പലണ്ടി മോട്ടിച്ച് തിന്നു. ഒരു സോങ് ഇട്ട് തരാം, അതൊന്ന് നിങ്ങളൊന്ന് പ്ലേ ചെയ്യൂ, എന്നിട്ട് നമുക്ക് അടിയുടെ ആ ഒരു കാഠിന്യം എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാം. അപ്പൊ നീ പറയണം, എന്നെ തല്ലല്ലേ കൊച്ചമ്മേ, ഇനി ഞാൻ അണ്ടിപ്പരിപ്പെടുത്ത് തിന്നില്ല കൊച്ചമ്മേ എന്ന് പറയണം. അതൊരു സൈഡ് നിക്കട്ടെ, അടി കൊടുക്ക്. ഇങ്ങനെ വീശി അടിച്ചിട്ട് പൊറോട്ട ഇങ്ങനെ എടുക്കത്തില്ലേ, അപ്പൊ സൂക്ഷിച്ചോണോ, ഇവനെ തച്ചോളി കൊതേന്റെ വീട്ടിൽ അവിടെ പോയി വിൽക്കും. വിൻചേട്ടാ എനിക്ക് സത്യത്തില് മധുചേട്ടനെ തല്ലാൻ തോന്നണില്ല. പക്ഷേ നേരത്തെ അല്ലേ യുദ്ധകളത്തിയ തന്തേ മോനും ഇല്ല, തല്ലിക്കും. എനിക്ക് വിൻചേട്ടൻ മതി. എന്നെയൊക്കെ ഞങ്ങള് തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഇക്കൊല്ലം ആദ്യമായിട്ടല്ലേ പിൻചേട്ടൻ അടിയിട്ടേ? ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസമായിട്ട്. കാരണം മറ്റേ പരിപാടി ഇല്ലല്ലോ, സ്റ്റേജ് ഷോസ് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയത്. ഇല്ലല്ല റിമി അത് നോക്കണ്ട, ഞാൻ റിമിയുടെ ഒപ്പം ഓടി നിൽക്കും. നല്ലൊരു പാട്ട് പാടാം. പിന്നെ കിട്ടിയത് മേടിച്ചോണ്ട് പോരേ, അത് പോരെ. അഞ്ചൽ മധുവിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഈ തുമ്പി ഇവിടുന്ന് ഇതുവരെ പറന്നു പോയില്ലേ? ഞാനൊരു ഡീപ് ബ്രത്ത് എടുത്ത് ആ പാട്ട് മറക്കട്ടെ, എന്നിട്ട് മറ്റേ കോമഡി കുറുക്കൻ പറയുകയാണെങ്കിൽ അതിന്റെ മൊത്തം മാനവ പൊക്കോളൂ. അടിച്ചോ. രണ്ടടി എനിക്ക് കിട്ടി. എന്റെ ഒരൊറ്റ പാട്ടിലെ സാധനം മാറിയത് കണ്ടോ? ചടപ്പതി അടിക്കണം പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ അറിയാണ്ട് വീശി പോയതായിട്ടാ. ഞാൻ അറിഞ്ഞോണ്ട് വീശാം. കൊടുക്കട്ടെ? ഓ
അത് മതി കൊണ്ടിരുത്തവിടെ. പിടിച്ചു നിൽക്കണം, നമ്മൾ പിടിച്ചു നിൽക്കണം. മകടി ഊതി വേണം പിടിച്ചു നിന്നോ. അവിടെ ഒരാള് കൂടുതലല്ലേ? ഫസ്റ്റ് അടിച്ചത് ആണത്തം വിട്ടിട്ടില്ല. പൗരുഷം കണ്ട അടി മേടിച്ചിട്ട്. മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു മനസ്സു മാത്രം മുരടിച്ചില്ല. അവന്റെ മുഖം മുരടിച്ചു. പക്ഷെ മരവിച്ചു. ഇത് കണ്ട് മരവിച്ചു. ഈ അടി കൊണ്ടടോ മരവിച്ചു. ഈ എപ്പിസോഡിലും ബിനീഷിന് പാടാൻ പറ്റിയിട്ടില്ല. 7 എപ്പിസോഡായിട്ട് ഒരു പാട്ടുമായിട്ട് നടക്കുകയാണ്. അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടെങ്കിൽ ടീം പാടിയിരിക്കും. എന്റെ പാട്ട് ചീഞ്ഞു പോകാൻ പോണില്ല, എപ്പോഴും ഫ്രഷ് ആയിക്കോളൂ, അതുകൊണ്ട് പാടിയേക്കും. ഉപ്പിലിട്ട് വെച്ചേക്കുക. ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം സത്യത്തിൽ പോയത് അറിഞ്ഞില്ല. അത്രയും രസമായിട്ടുള്ള എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കമന്റ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇവരെടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഓൾ ടോട്ടൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. സത്യം ജിപിയും കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ, അത് മാത്രല്ല ഇവിടെ എപ്പോ വന്നാലും ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. സന്തോഷം വേണോ നമ്മൾ ഇവിടെ വരണം. ഇവിടുന്ന് സന്തോഷം കൊടുക്കുന്നു, വാങ്ങുന്നു. മൊത്തം സന്തോഷത്തിന്റെ ഒരു ഹോൾസെയിൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റാർ മാജിക്. മാത്രമല്ല ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് ഈ ടാസ്കുകളല്ല, ആളുകളെ ഏറ്റവും കൂടുതൽ ആരാണ് ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത് എന്നുള്ള മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല, അതിനിവിടെ മത്സരിച്ച് തന്നെയാണ് എല്ലാവരും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സ്തുതിയോടുള്ള നന്ദിയും കടപ്പാട് ഈ അവസരത്തിൽ എല്ലാവരും പറയാനുള്ളത് സ്റ്റാർ മാജിക് ഇവിടെ തീരണില്ല, പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. പക്ഷെ ഇവരുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കലാശക്കോട്ട് എന്നുള്ള രീതിയിൽ അടിച്ചു പൊളിച്ചൊരു പാട്ട് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഭയങ്കര അടിപൊളിയല്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. എല്ലാവരും കൂടെ പാടാം. റെഡി? കാവല് നിൽക്കണ മായക്കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം മാണിക്യക്കല്ലാൽ മെഞ്ഞുമെനഞ്ഞേ മാമണിക്കൊട്ടാരം താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരമ്പിളി കൊമ്പനും മയ്യണി കാവല് ആവണി മായക്കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം. മാണിക്യക്കല്ലാൽ മേഞ്ഞുമേനഞ്ഞേ മാമണിക്കൊട്ടാരം താഴിട്ടടച്ചാൽ